നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാരോൺ. വയനാട് ആയുർവേദയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന ഔഷധയോഗമാണ് ഡാഡിമാതി ഘൃതം അല്ലെങ്കിൽ ഡാഡിമാതി നെയ്യ് എന്നുള്ളത്. ഡാഡിമം എന്നാൽ പൊമോഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാതള നാരങ്ങ എന്നുള്ളതാണ് അർത്ഥം. സാധാരണയായി അഗ്നിയുമായി ബന്ധപ്പെട്ട്, അതായത് ദഹനവുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ വളരെയധികം ഉപയോഗിച്ച് കാണുന്ന ഒരു യോഗമാണ് ഡാഡിമാതി ഘൃതം എന്നുള്ളത്. മറ്റു മരുന്നുകളോട് ചേർത്തും ഡാഡിമാതി ഘൃതം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മളുടെ ദഹനത്തിന് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ജഠരാഗ്നി എന്ന് പറയുന്ന ഒരു അഗ്നിയാണ്, ഒരു ഫയർ, ഡൈജസ്റ്റീവ് ഫയറാണ്. അപ്പോൾ അതിനെ പരിപോഷിപ്പിക്കുക എന്നും അഗ്നിയുടെ ക്രമമായ രീതി നിലനിർത്തുകയും ചെയ്യുന്ന ഒരു മരുന്നായിട്ടാണ്, ഒരു യോഗമായിട്ടാണ് ഡാഡിമാതി ഘൃതത്തെ നമ്മൾ ശരിക്കും കാണുന്നത്. ഇതിലുള്ള ബാക്കി മരുന്നുകൾ ഡാഡിമോ അല്ലെങ്കിൽ പൊമോഗ്രാനൈറ്റ്, ചുക്ക്, കൊത്തമല്ലി, ചിത്രകം, കൊടുവേലി, ഇതെല്ലാം നമ്മുടെ അഗ്നിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മരുന്നുകളാണ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുകയും എന്നാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ നല്ല രീതിയിൽ റിസൾട്ട് തരുന്നതും ആയ ഒരു യോഗമാണ് ഡാഡിമാതി ഘൃതം. ഗർഭിണികളും അതുപോലെ സൂതിക, പ്രസവം കഴിഞ്ഞവരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു നെയ്യാണ് ശരിക്കും ഡാഡിമാതി ഘൃതം. കൂടാതെ ഹൈപ്പോതൈറോയിഡിസത്തിലും അൾസറിലും വയറിനുണ്ടാകുന്ന എരിച്ചിൽ, നെഞ്ചരിച്ചിൽ, പൊളിച്ചതായിട്ടുള്ള ശക്തമായ വേദന, ഇതിലൊക്കെ ഉപയോഗിക്കുന്നതായി കാണാറുണ്ട്. നമുക്കടുത്തതായി ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ചേർക്കേണ്ട മരുന്നുകൾ പ്രധാനമായും മാതളക്കായ അല്ലെങ്കിൽ പൊമോഗ്രാനൈറ്റ്, മാതള നാരങ്ങ, കൊത്തമല്ലി അല്ലെങ്കിൽ സാധാരണ മല്ലി, കൊടുവേലിക്കിഴങ്ങ്, സംസ്കൃതത്തിൽ ചിത്രകം എന്ന് പറയും. ശരിക്കും കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്തിട്ടാണ് നമ്മൾ നെയ്ക്ക് ഉപയോഗിക്കുന്നത്. ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഉണക്കിയിട്ടാണ് കൊടുവേലിക്കിഴങ്ങ് നമ്മൾ ശുദ്ധി ചെയ്യുന്നത്. ചുക്ക്, തിപ്പലി, പശുവിൻ്റെ നെയ്യ്, ഇതാണ് ശരിക്കും ഡാഡിമാതി ഘൃതത്തിൻ്റെ പ്രധാന ചേരുവകൾ. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഡാഡിമം അല്ലെങ്കിൽ ഉറുമാമ്പഴമാണ് നമ്മൾ ആദ്യം എടുക്കുക. ഉറുമാമ്പഴത്തിൻ്റെ നീരാണ് നമ്മൾ ഈ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉറുമാമ്പഴത്തിൻ്റെ നീരിനോട് തുല്യ സ്വഭാവമുള്ളത് തന്നെയാണ് അതിൻ്റെ തോടും. അത് കാരണം നമ്മളിവിടെ ജലം അല്ലെങ്കിൽ വെള്ളത്തിന് പകരം ഉറുമാമ്പഴത്തിൻ്റെ തോട് കഷായം വെച്ച കഷായമാണ് ചേർക്കുന്നത്. ഉറുമാമ്പഴത്തിൽ നിന്ന് ആദ്യം അതിൻ്റെ അകത്തെ അല്ലികൾ ഓരോന്നായി വേർതിരിച്ചെടുക്കുന്നു. അതിനുശേഷം അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം ജ്യൂസ് എടുക്കുന്നു. ഉറുമാമ്പഴത്തിൻ്റെ അല്ലെങ്കിൽ ഡാഡിമത്തിൻ്റെ തോട് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കഷായം വെച്ച് ആ കഷായം ഉണ്ടാക്കി വെക്കുന്നു. കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഉരുളിയായി കഴിഞ്ഞാൽ നല്ലത്. അതിലേക്ക് നെയ്യ്, നമ്മളിവിടെ പശുവിൻ്റെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യ് ചെറുതായി ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡാഡിമത്തിൻ്റെ നീര്, ഡാഡിമസ്വരസം ചേർക്കുക. ഡാഡിമത്തിൻ്റെ തൊലി അല്ലെങ്കിൽ ഉറുമാമ്പഴത്തിൻ്റെ തോട് കഷായം വെച്ച് കഷായം ചേർക്കുക. അതിലേക്ക് നമ്മൾ നന്നായിട്ട് പൊടിച്ച ചുക്ക്, തിപ്പല്ലി, കൊടുവേലിക്കിഴങ്ങ് ഇവ ചേർക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തൈലപാകം ആകാനാകുമ്പോൾ എടുത്ത് അരിച്ച് എയർ ടൈറ്റ് ജാറിൽ സൂക്ഷിക്കുക. നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് ഡാഡിമാതി ഘൃതം ആണ്. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് ഡാഡിമാതി ഘൃതം ഉണ്ടാക്കാം. ചെറിയൊരു വായ്പുണ്ണ് ഉണ്ടാവുന്നത് മുതൽ ശരിക്കും ഒരു തൈറോയ്ഡ് രോഗം വരെയോ അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്തും പ്രസവിച്ച ശേഷവും അതുപോലെ വളരെ രീതിയിൽ ഉള്ള ഉപയോഗങ്ങളുള്ള ഒരു നെയ്യാണ് ശരിക്കും ഡാഡിമാതി ഘൃതം. തീർച്ചയായും വളരെ എളുപ്പത്തിൽ കിട്ടുന്ന മരുന്നുകൾ കൊണ്ട് നമുക്കുണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ നിർമ്മാണ രീതിയും മറ്റു കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി.